ഗൈസ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോസ്. അപ്പോൾ നമ്മൾ വീണ്ടും എവിൽ നണ്ണായിട്ടാണ് ഈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടോട്ടൽ 4 എസ്കേപ്പാണ് ഈസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് 2 എസ്കേപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഗൈസ്. ഓക്കെ, ഡോർ എസ്കേപ്പും പിന്നെ അതുപോലെ തന്നെ വാൻ എസ്കേപ്പും നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പോൾ അത് വലിയൊരു സീനായിട്ട് എനിക്ക് തോന്നിയില്ല ഗൈസ്, കാരണം അത് അത്യാവശ്യം എളുപ്പമൊക്കെ ഉള്ളൊരു എസ്കേപ്പ് ആയിരുന്നു ഗൈസ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ സ്യുവർ എസ്കേപ്പാണ് ഗൈസ്. ഓക്കെ, എന്തുണ്ടാവുമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ്. ഓക്കെ, കാരണം അത് അത്യാവശ്യം നല്ല പാടുണ്ട്. ഞാൻ 5-6 പ്രാവശ്യം കളിച്ചു ഗൈസ്, പക്ഷേ എനിക്ക് അത് സത്യം പറഞ്ഞാൽ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ള ഗൈസ്. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ദിവസമൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ എംബോസിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ എംബോസിഷനൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. എന്താണ് നമ്മുടെ റൂം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. ഓക്കെ, നമ്മളപ്പോൾ ഗൈസ് അവിടെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മച്ചി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് അപ്പോഴത്തേനും മേളിൽ പോകണം ഗൈസ്. ഓക്കെ, മേളിൽ പോകണം എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് അവിടെ ഒരു ഇലക്ട്രിക് കേബിൾ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണം. അത് ഫിറ്റ് ചെയ്താൽ മാത്രമേ ആ ഗേറ്റൊക്കെ തുറക്കുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെയായിട്ട് നമുക്ക് ആ ഇലക്ട്രിക് കേബിൾ വെക്കാനുണ്ട്. നമുക്കത് പോയി വെക്കണം ഗൈസ്. ഓക്കെ, അമ്മച്ചി നമ്മളെ പിടിക്കാണ്ട് നമ്മൾ നോക്കണം മാക്സിമം, കാരണം ഇത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു എസ്കേപ്പാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കേബിൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. കേബിൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഓക്കെ, ഇത് വെച്ചാൽ മാത്രം പോരാ ഗൈസ്, നമുക്ക് താഴെ പോയി ആ ഒരു സ്വിച്ചും കൂടി ഓൺ ആക്കണം. ഓക്കെ ഗൈസ്, അമ്മച്ചി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അമ്മച്ചി അവിടെ നിന്ന് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നും വേറെ ഒന്നുമില്ല ഗൈസ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓക്കെ ഗൈസ്, അമ്മച്ചി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്കിവിടെ പോയി ഒളിച്ചിരിക്കാം. അമ്മച്ചി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഗൈസ്, നമ്മളങ്ങനെ ലൈക്കിന് ടാർഗറ്റ് ഒന്നും വെക്കാറില്ലാത്തതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഒരു മാക്സിമം ഒരു 100 ലൈക്കെങ്കിലും തരാൻ നോക്കുക ഗൈസ്. ഓക്കെ, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കളിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഹൊറർ ഗെയിമൊക്കെ ആയിട്ട് വരാം ഗൈസ്. നമുക്ക് പവറാക്കണം. ഓക്കെ, അമ്മച്ചി വന്നിട്ട് ഗൈസ്. ഓക്കെ, അമ്മച്ചി പോകുന്നുണ്ട്. അമ്മച്ചി പോയിട്ട് നമുക്ക് അമ്മച്ചിയുടെ പുറകെ പോവാം. ഇതേ പോണ് ഗൈസ്. അമ്മച്ചി ഇതേ പോണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്, നമ്മുടെ ഗ്രാനിനെ പോലും ഒട്ടും എന്താ പറയുക, ഗ്രാനിനെ അത്രയും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. കാരണം ഗ്രാനി എന്ന് പറയുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്കൊന്നും വരില്ല. പക്ഷെ നമ്മുടെ ഈ അമ്മച്ചി സീനാണ്, അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ വരും. നമുക്ക് എന്തായാലും ഇവിടെ കയറി ഒളിച്ചിക്കാം. അമ്മച്ചി അങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും ഗൈസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഗ്രാനിനെ പോലെ അല്ല നമ്മുടെ അമ്മച്ചി. ഗ്രാനിക്കാണെങ്കിൽ ഇടയ്ക്ക് കണ്ണൊന്നും കാണില്ല. പക്ഷെ നമ്മുടെ ഈ അമ്മച്ചി സീനാണ് ഗൈസ്. പുള്ളിക്കാരത്ത് അമ്മച്ചി ആയതുകൊണ്ട് തന്നെ നമ്മളെ എങ്ങനെ വിടാണ്ട് നമ്മളെ പിടിക്കും ഗൈസ്. നമ്മൾ പിന്തുടരും. അതാണ് ഏറ്റവും വലിയൊരു ഇത് ഗൈസ്. ദേ പോകണം അമ്മച്ചി അങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്. ഒക്കെ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമില്ല ഗൈസ്, കാരണം അമ്മച്ചി അവിടെ പോയി നിൽക്കുള്ളൂ ഗൈസ്. കാരണം എനിക്കൊരു പ്രാവശ്യം ഞാൻ കളിച്ചപ്പോൾ എനിക്ക് പറ്റിയതാണ്. ഞാൻ അമ്മച്ചി അങ്ങോട്ട് പോയെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അമ്മച്ചി അവിടെ തന്നെയായിരുന്നു നിന്നത്. എൻ്റെ പുറകെ വന്നു. അതായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങാണ്ട് നോക്കിക്കണേ ഗൈസ്. അമ്മച്ചി എന്തായാലും മേളിലേക്ക് കയറി പോട്ടെ ഗൈസ്. അമ്മച്ചി മേളിലേക്ക് പോയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. നമുക്ക് അവിടെ പോയി ഒരു സ്വിച്ച് ഓൺ ആക്കാനുണ്ട് ഗൈസ്. ആ സ്വിച്ച് ഓൺ ആക്കിയാലാണ് അടഞ്ഞടക്കുന്ന ഗേറ്റെല്ലാം തുറക്കുള്ളൂ ഗൈസ്. അമ്മച്ചിനെ കാണാനില്ല. ഇടയ്ക്ക് നമ്മുടെ വാനും കൊണ്ടുള്ള അമ്മച്ചി പുറത്ത് വന്ന് തുണിയൊക്കെ എടുത്ത് അലക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. നമുക്കിനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആ എസ്കേപ്പ് കംപ്ലീറ്റ് ചെയ്തതാണ്. നമുക്ക് ഇന്ന് ചെയ്യേണ്ടത് സ്യുവർ എസ്കേപ്പാണ് ഗൈസ്. ഒക്കെ അമ്മച്ചി മേളിലേക്ക് പോവാണ് ഗൈസ്. ഓക്കെ, അമ്മച്ചി മേളിലേക്ക് പോട്ടെ. ഓക്കെ, അമ്മച്ചി മേളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. നമുക്ക് അവിടെ പോയി ആ സ്വിച്ച് ഓൺ ആക്കണം. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കണം. ഓടിക്കോ ഗൈസ്, ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം അമ്മച്ചി ആ ഒച്ച, അതായത് ആ ഗേറ്റ് പൊങ്ങല്ലേ, ആ ഷട്ടർ പൊങ്ങണതിൻ്റെ ഒച്ച കൊണ്ട് അമ്മച്ചി അവിടെ വരും ഗൈസ്. നമുക്ക് ഈ ഡോർ തുറന്ന് ഗൈസ്, ഇത് അങ്ങോട്ടാണ് പോകണത്. ഇത് ലൈബ്രറിയാണ് ഗൈസ്. ഓക്കെ, ലൈബ്രറിയാണ്. ഓക്കെ, ഇവിടെ തുറക്കാം. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ എത്തി ഗൈസ്. ഓക്കെ, നമുക്ക് പയ്യെ സൂക്ഷിച്ച് കളിക്കണം ഗൈസ്, കാരണം നമ്മൾ അത്യാവശ്യം നോക്കി കളിക്കണം. കാരണം ടഫായിട്ടുള്ളൊരു എസ്കേപ്പാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഓക്കെ ഗൈസ്, ഇവിടെ ആരും കാണാനില്ല. അമ്മച്ചീനെ ഇവിടെ കാണാനില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അമ്മച്ചി നമ്മളെ കണ്ടു ഗൈസ്. അമ്മച്ചി വരുന്നുണ്ടാ ഗൈസ്? അമ്മച്ചി വരുന്നുണ്ട്. അയ്യോ, പിടിക്കില്ലേ ഗൈസ്. അമ്മച്ചി വരുന്നുണ്ട്. പുറകെയുണ്ട്. ഓടിക്കോ. ഒന്നും നോക്കാനില്ല, ഓടിക്കോ ഗൈസ്. അമ്മച്ചി പുറകെയുണ്ട് ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ട് നമ്മളെ പുറകെ വരുന്നുണ്ട്. നമുക്ക് വേഗം പോകണം ഗൈസ്. ഓക്കെ, ഇത് നമ്മുടെ ക്ലാസ് റൂമാണെന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ, നമുക്ക് എന്തായാലും മേളിലേക്ക് കയറി പോകണം ഗൈസ്. നമുക്ക് മേളിലേക്ക് കയറി പോവാം.
ഓക്കെ ഗൈസ് എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഓർക്കുള്ള ഗൈസ് നമ്മളന്ന് ആ വാൻ എസ്കേപ്പിൽ നമ്മൾ മേളിൽ നിന്ന് ഒരു മീനെടുത്തത്. ഓക്കെ ഗൈസ് ആ മീനെടുത്ത് നമുക്ക് അവിടെ ഇടാൻ ഗൈസ്. ഓക്കെ ആ മീനിന് സൗണ്ട് കേട്ട് അമ്മച്ചി ഇവിടെ തന്നെ നിന്നോളും, അട്രാക്റ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ നമുക്ക് എസ്കേപ്പ് ആവാൻ കുറച്ച് എളുപ്പമാവുന്നതാണ് എനിക്ക് തോന്നണത്. നമുക്ക് ഇവിടെ വന്ന് ഒളിച്ച് നിൽക്കാം ഗൈസ്. ഓക്കെ ഗൈസ് ഞാൻ ഇവിടെ വന്ന് ഒളിച്ച് നിൽക്കാൻ ഒരു കാരണമുണ്ട് ഗൈസ്. കാരണം ഞാൻ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ ആ മീൻ അവിടെ ഇട്ടിട്ട് ആ റൂമിൽ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ നമ്മൾ ആ അണ്ടർഗ്രൗണ്ടിൽ പോവാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ അമ്മച്ചി അണ്ടർഗ്രൗണ്ടിൽ വന്നത് ഗൈസ്. ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കണേ. ഓക്കെ ഗൈസ് നമുക്ക് അമ്മച്ചിനി എപ്പോൾ അവിടെ വരുമെന്ന് എനിക്ക് അറിയില്ല. അവിടെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും. ഓക്കെ നമുക്ക് പയ്യെ ഇവിടെ നിന്ന് എണിക്കാം ഗൈസ്. ഓക്കെ പയ്യെ ഇവിടെ നിന്ന് എണിച്ച് അങ്ങോട്ട് പോയി നോക്കാം അമ്മച്ചി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്നൊക്കെ പോയി നോക്കണം. ഓക്കെ ബാസ്ക്കറ്റ് കോളിൽ ആരെയും കാണാനില്ല ഞാൻ. ഓക്കെ ഗൈസ് എനിക്ക് നന്നായിട്ട് പേടിയാവുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ എവിടെണ്ണമ്മച്ചി സീനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഗൈസ് എവിടെണ്ണമ്മച്ചി. നമ്മൾ വിചാരിക്കുന്നത് വേറെ ഒന്ന്, അമ്മച്ചി ചെയ്യുന്നത് വേറെ ഒന്നാണ് ഗൈസ്. ഓക്കെ നമുക്ക് എങ്ങനെയും ആ എസ്കേപ്പ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം ഗൈസ്. പിന്നെ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു എസ്കേപ്പും കൂടി ഗൈസ് ഉള്ളൂ. അത് നമ്മുടെ മറ്റേ ഹൈഡ്രജൻ ബലൂൺ എസ്കേപ്പാണ് ഗൈസ്. ഓക്കെ അമ്മച്ചി ഇവിടെ ഉണ്ടോ ഗൈസ്? അമ്മച്ചി അവിടെ ഉണ്ട് ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ടു ഗൈസ്. അമ്മച്ചി നമ്മളെ കണ്ടു. കുഴപ്പമില്ല നമുക്ക് താഴത്തേക്ക് പോകാം ഗൈസ്. അമ്മച്ചി എന്തായാലും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അവിടെ ആ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാനാണ് ചാൻസ്. നമുക്ക് ക്രൗ ബാർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ക്രൗ ബാറിൻ്റെ ആവശ്യം നമുക്കുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ നമ്മൾ തുറക്കണം. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ വന്നേക്കണേ ഗൈസ്. ഓക്കെ ഇത് ബാത്റൂമാണ്. ഓക്കെ അമ്മച്ചി വരുന്നുണ്ടോ? ഇല്ലയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് ഇതെന്താണ് ഗൈസ്? വാട്ടർ കൺട്രോൾഡാണ് ഗൈസ്. ഓക്കെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വാട്ടർ കൺട്രോളാണ്. ഓക്കെ ഗൈസ് നമ്മളിവിടെയൊക്കെ വന്നതാണ് ഗൈസ്. ഇത് നമ്മുടെ പ്ലേ പാർക്കാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ് ഇവിടെ കോയിനുണ്ട്, കോയിൻ എടുക്കണം. കോയിൻ മുഖ്യമാണ്. ഓക്കെ കോയിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഇതെന്താണ്? പൈപ്പാ ഗൈസ്? നമുക്ക് ഇതിനകത്ത് നിന്ന് വെള്ളം പിടിക്കാൻ പറ്റുക ഗൈസ്? ഇതെന്താണ് ഗൈസ്? ഇതും വാട്ടർ കൺട്രോളാണല്ലോ ഗൈസ്. ഈ വാട്ടർ കൺട്രോൾ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതെന്തിനാ സംഭവം എന്ന് എനിക്ക് അറിയില്ല. നമുക്കെന്തായാലും ഓക്കെ ഗൈസ് ഇവിടെയാണ് നമുക്ക് പല കളക്കാനുണ്ട്. അതിനാണ് ഞാൻ ക്രൗ ബാർ എടുത്തുകൊണ്ട് വന്നത് ഗൈസ്. ഓക്കെ നമുക്കിവിടെ നമ്മൾ ഈ വഴിയൊക്കെ പോയതാണ് വാനസ്കേപ്പിൽ. ഓക്കെ ഇവിടെ നമുക്ക് ഇളക്കണം ഗൈസ്. ഓക്കെ ഈ പല കളക്കിയിട്ട് നമുക്ക് ഈ വഴി പോകണം ഗൈസ്. അമ്മച്ചി ഇപ്പോൾ മേളിൽ തന്നെ ആയിരിക്കും. കാരണം ആ മീനിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മച്ചി മേളിൽ തന്നെ ആയിരിക്കും ഗൈസ്. ഈ എസ്കേപ്പ് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. അമ്മച്ചി പിടിക്കാൻ ചാൻസ് ഉണ്ട് തന്നെ. കാരണം അത്രയ്ക്കും പാടുള്ളൊരു എസ്കേപ്പാണ്. നമുക്ക് ഈ വഴി പോകാം ഗൈസ്. ഓക്കെ ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ടുള്ളതാണ് ഗൈസ്. ഈ വഴിയാണ് നമ്മൾ വാൻ എസ്കേപ്പ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇവിടെ വാട്ടർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താണ് സംഭവം ഗൈസ്? ഇവിടെ എന്തോ ഹുക്കുണ്ട് ഗൈസ്. ഓ ഗൈസ് ഈ ഹുക്ക് വെച്ച് നമുക്ക് വാട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതെങ്ങനെ? നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഓക്കെ നമുക്ക് ഇവിടെ തന്നെ ആദ്യം പരീക്ഷിച്ച് നോക്കാം ഗൈസ്. ഓക്കെ കണ്ടോ അതെ വാട്ടർ. ഓ ഗൈസ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്. ഓ അതിന് വേണ്ടിയാണ് ആ ഹുക്ക്. ഇപ്പം പിടികിട്ടി ഗൈസ്. ഓക്കെ ഇപ്പം പിടികിട്ടി. ഹുക്കിൻ്റെ ആവശ്യം പിടികിട്ടി. വാട്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക്. ഈ വാട്ടറാണ് കൺട്രോൾ ചെയ്യാൻ പറ്റണേ. എനിക്കറിയില്ല ഗൈസ്. ഈ വാട്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ നമുക്കെന്തായാലും മേളിലേക്ക് കയറി പോകണം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ 2 വാട്ടർ കൺട്രോളർ ഉണ്ടില്ലായിരുന്നു ഗൈസ്. അത് എവിടേക്കായിരുന്നു? ഒരെണ്ണം നമ്മുടെ ഇവിടെ ഉള്ളൊരു ബാത്റൂമിലുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ പ്ലേ ഗ്രൗണ്ടിലുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെയല്ലേ ഗൈസ്? ഓക്കെ ഇവിടെ തന്നെയാണ് ഗൈസ്. ഓക്കെ ഇവിടെ തന്നെയാണ്. ഓക്കെ ഗൈസ് അങ്ങനെ 2 നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി 2 കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാനുണ്ട് ഗൈസ്. അതിനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഒരെണ്ണം എവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ ഓക്കെ ഗൈസ് അതും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി ഒരെണ്ണം കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൂ ഗൈസ്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഇവിടെ ഒരു ബാത്റൂമിലാണ് ഒരു വാട്ടർ കൺട്രോളർ വന്നത്. എനിക്ക് തോന്നുന്നു ഒരു കൺട്രോളർ മിക്കവാറും അമ്മച്ചിയുടെ ബാത്റൂമിലായിരിക്കും ഗൈസ്. അമ്മച്ചിയുടെ ബാത്റൂമിൽ ഒരു വാട്ടർ കൺട്രോളർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ ഒരു ബാത്റൂമിലായിരുന്നു കൺട്രോളർ ഉണ്ടായിരുന്നത്. അപ്പം അമ്മച്ചിയുടെ ബാത്റൂമിൽ മിക്കവാറും കൺട്രോളർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അമ്മച്ചിയുടെ ബാത്റൂം ഏതാണ്? ഓക്കെ ഇതാണെന്ന് തോന്നുന്നു ഗൈസ് അമ്മച്ചിയുടെ ബാത്റൂം. ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ടാവുമെന്ന് ഗൈസ്. വാട്ടർ കൺട്രോളായെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കണം ഗൈസ്. ഓക്കെ താഴത്തേക്ക് പോയി നോക്കാം. ഓക്കെ അവിടെ വാട്ടർ കൺട്രോളായെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. ഓക്കെ അങ്ങോട്ട് എന്തായാലും പോയിട്ട് വരാം. ഓക്കെ നമ്മളങ്ങനെ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് താഴത്തേക്ക് പോകണം ഗൈസ്.
അമ്മച്ചി ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വരും ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്രാനിനെ പോലെ അല്ല അമ്മച്ചി, സീനാണ് ഗൈസ്. ഇവിടുത്തെ വെള്ളമെല്ലാം പറ്റി ഗൈസ്. ഓ ഗൈസ്, ഇവിടുത്തെ വെള്ളം നമുക്കിനി ഏത് വഴി വേണം പോകാമെന്നാണ് എനിക്ക് തോന്നണേ. ഇവിടുത്തെ വെള്ളമെല്ലാം പറ്റി ഗൈസ്. ഓക്കെ, അതിന് വേണ്ടിയായിരുന്നു ഗൈസ് ആ വാട്ടർ കൺട്രോളർ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ക്രൗ ബാർ എടുക്കാം ഗൈസ്. ക്രൗ ബാറിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാലോ ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ഗൈസ്. ഓ, അതിന് വേണ്ടിയാണ് നമ്മൾ ആ വാട്ടർ കൺട്രോളർ ഉപയോഗിച്ചത്.